ഹലോ ഗായ്സ്, വെൽക്കം ടു ഡബിൾ എസ്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ 2025 ആവും. ആകെ ഒരു 4 മാസം അത്രേ ഉള്ളൂ. ഇനി 2025 ആണ്. അപ്പോൾ 2024 ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്തോളൂ, അല്ലെങ്കിൽ ഒന്നിനും സമയം കിട്ടില്ല. അപ്പോൾ നമ്മളൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ്. 2025 ആവാറായതുകൊണ്ട് ചെയ്യണ ചലഞ്ച് അല്ലാട്ടോ. ഞാൻ കുറേ നാളായി 2024 സ്റ്റാർട്ടിങ്ങിലേ തൊട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കും, ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും, നിർത്തും, അങ്ങനെയായിരുന്നു. അപ്പൊ ഇനി എന്തായാലും ഒരു 4 months ഉണ്ട്. ആ 4 months, അതായത് നമ്മളൊരു 100 days ചലഞ്ച് എന്ന് പറഞ്ഞ് ചെയ്തിട്ട് ആ ഒരു 4 months കൊണ്ട് എല്ലാം സെറ്റ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത പോലെയായി. സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിലൊരു ഹാഫ് ഡേ തൊട്ടാണ് നമ്മൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എന്താണ് ചലഞ്ച് അത് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് ഞാൻ പറയില്ല, 100% വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു ഗുഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ, അത് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ഫുഡിൽ മെയിൻ ആയിട്ട് ചെയ്യണത്. പിന്നെ എക്സസൈസ്, നമ്മുടെ ഒരു ഹെൽത്തി റൂട്ടീൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ ഒരു 100 days ഓഫ് ചലഞ്ച് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ആക്ച്വലി. അവളിപ്പം ഇതിനകത്ത് ഉണ്ടാവില്ല, കാണിക്കില്ല. പക്ഷെ എനിക്കൊരു മോട്ടിവേഷൻ, ഒരു സപ്പോർട്ടിന് വേണ്ടി കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ എനർജി ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവളും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അതുപോലെ ഹെൽത്തി ഫുഡ്സ് ആണ് കഴിക്കുക. ഹെൽത്തി ഫുഡ്സ് കഴിക്കാന്നുള്ള രീതി മതി. എല്ലാം കൂടെ തുടക്കം തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ തുടക്കം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് അവസാനിപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് മനസ്സിലായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഭയങ്കരമായിട്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഹെൽത്തി ഫുഡിലേക്ക് മാറുക, അതായത് ജങ്ക് ഫുഡ് മാക്സിമം ഒഴിവാക്കുക. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയല്ല. ജോലിക്ക് പോകണം, വരണം, അത് കഴിഞ്ഞ് വേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ ചില സമയത്തെങ്കിലും നമുക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടിയൊക്കെ വരും. ഈവൻ അങ്ങനെ കഴിക്കേണ്ടി വന്നാൽ തന്നെ നമ്മൾ ഹെൽത്തി ഫുഡ് പുറത്തുനിന്ന് മാക്സിമം കഴിക്കാൻ നോക്കുക എന്നുള്ള രീതിയിലേക്ക് പോവുക. അപ്പം ഹെൽത്തി ഫുഡ് കഴിക്കുക ഡെയിലി. മെയിൻ ആയിട്ട് നമ്മൾ ഈ ചലഞ്ചിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡെയിലി എക്സസൈസ് ചെയ്യാം, ഹെൽത്തി ഫുഡ് കഴിക്കുക. ഇത് രണ്ടാണ് ഒരു റൂട്ടീൻ. ഈ ഒരു കാര്യങ്ങളിൽ ഒരു റൂട്ടീൻ കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതെങ്ങനെ പോകുന്നു നോക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാം. നമ്മുടെ സ്കിന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൻ കെയർ നോ കോംപ്രമൈസ് ആയിട്ട് ഈ 100 days നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. അതൊക്കെ ചെയ്യാം. മെയിൻ ആയിട്ട് ഇപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ആക്ച്വലി 1-2 വീഡിയോ എടുക്കും, പിന്നെ നിൽക്കും. അങ്ങനെയാണ് പതിവ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഫുള്ള് അങ്ങോട്ട് പറ്റില്ല, പക്ഷെ പറ്റുന്ന രീതിയിൽ ഹെൽത്തി ഫുഡിലേക്കൊക്കെ മാറാൻ മാക്സിമം ശ്രമിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എക്സസൈസ് ചെയ്യുക. അപ്പം ഞാനിപ്പം ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തു. ജിമ്മിൽ പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഹോം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്താൻ കുറച്ചൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തു. അത് മാത്രമല്ല, ഇപ്പം എനിക്ക് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഓൾറെഡി ഞാനിപ്പോൾ എൻ്റെ ഫേസ് കണ്ടറിയാം. ആദ്യത്തേലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കങ്ങനെ ഒരുപാട് വെയിറ്റ് ലോസ് അല്ല, പക്ഷെ ഫിറ്റ് ആയിട്ടിരിക്കണം. അനാവശ്യമായ ഫാറ്റുകൾ അനാവശ്യമായ സ്ഥലങ്ങളിലുണ്ട്. ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് മറ്റേ ഹാങ് ബെല്ലി ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ അവിടെയൊക്കെയാണ് അനാവശ്യമായ കുറേ ഫാറ്റുകൾ അനാവശ്യമായ സ്ഥലങ്ങളിലൊക്കെയാണ് ഉള്ളത്. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിട്ട് കളയാൻ പറ്റും. ഇവിടെ ആകുമ്പോൾ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്യാതെ ഹോം വർക്കൗട്ടിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പം 85 kilos, ഡെലിവറിയുടെ സമയത്ത് 85 kilos ആയിരുന്നു. അതിന് 72 വരെ ഈസി ആയിട്ട് കുറഞ്ഞു. 72 ഞാൻ 57 അല്ല 56 വരെ എത്തിയത് ഹോം വർക്കൗട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. ഡയറ്റ് അങ്ങനെ കറക്റ്റായിട്ടൊന്നും നോക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ മാക്സിമം നല്ല ഫുഡ് മാത്രം കഴിക്കാന്നൊക്കെ ഉള്ളത് കുറേ നാൾ ഫോളോ ചെയ്തിരുന്നു. എന്നാലും ഞാൻ ഇപ്പൊ ഇവിടെ വന്ന ശേഷം കുറേ ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്. നാട്ടിൽ ആയിരുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ അത്രയും വെയിറ്റ് കുറച്ചത് കേട്ടോ. അപ്പം അതിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. പക്ഷെ എനിക്കിപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ, ഇപ്പം ഹോം വർക്കൗട്ട് ഓക്കെ, നമ്മൾ ജിമ്മിൽ പോകുന്ന ആ 1 മണിക്കൂർ മതിയല്ലോ ഇവിടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം, ഒരു നിസ്സാര കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് ഒന്നും വേണ്ട. ഇപ്പൊ ജുഗ്നു കളിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റൂം അടച്ചിട്ട് മാത്രമേ ഇന്ന് എക്സസൈസ് ചെയ്യില്ല, അവൻ്റെ കൂടെ അങ്ങ് പോകും. പക്ഷെ ജിമ്മിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ പുറത്ത് അത് കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തത്. അപ്പം അതുകൊണ്ട് ഡെയിലി വർക്കൗട്ട്സ് അങ്ങനെ പോയിക്കോളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജിമ്മിൽ ജോയിൻ ചെയ്ത കാരണം കൊണ്ട് ആ ഒരു വഴിക്ക് പൊയ്ക്കോളും. പിന്നെ ഹെൽത്തി ഫുഡ്സ്, അപ്പോൾ ഫുഡ് ഡയറ്റ് ഞാൻ ഓരോ ദിവസം എന്തൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് മാത്രമായിരിക്കും ഇതിന് ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. ബാക്കി എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അന്ന് ഞാൻ ഷോർട്സ് ആയിട്ട് എന്താ കഴിക്കുന്നത്, എന്താ അന്നത്തെ പ്രത്യേകത, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാത്രം എടുത്തുകൊണ്ട് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണ് നമ്മുടെ ചാലഞ്ച് അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ ഉച്ചതൊട്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം രാവിലെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് കഴിച്ചു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പം അത് അല്ലല്ലോ. അപ്പം ഇന്ന് തൊട്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഇന്ന് August 20th ആണ്. അപ്പം August 20th തൊട്ട് നമ്മളൊരു 100 days ഓഫ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഫുൾ എന്തൊക്കെയാണ് കഴിക്കണേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഭയങ്കര ലോങ് വീഡിയോസ് ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് വലിയ റെസിപ്പീസ് ഒന്നും എൻ്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. കാരണം എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി, മീൻസ് ഡയറ്റ് സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 2025 ആകുമ്പോഴേക്കും എത്രമാത്രം നമ്മുടെ ലൈഫിൽ ഒരു ഗുഡ് ഹാബിറ്റ് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിപ്പം ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിലേക്ക്, ഹെൽത്തി എന്തായിരുന്നു റൂട്ടീൻ ലേറ്റ് ഹെൽത്തി എന്തായിരുന്നു ഫുഡ് ഹാബിറ്റ്സും ഹെൽത്തി റൂട്ടീൻസിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പം ഇതിനകത്ത് ഇപ്പം ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നമ്മളിപ്പം പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ആൾക്കാരല്ലല്ലോ. നമ്മൾ പുറത്തിറങ്ങും. ഇപ്പം തന്നെ നമ്മളിനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ടീം ലഞ്ച് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഔട്ടിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം. അതുപോലെ ഇപ്പം നമ്മൾ ഇയർ എൻഡ് കൂടെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടും ട്രിപ്പ് പോവാം. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. ചിലപ്പം ജുഗുനൂനെയൊക്കെ കൊണ്ട് പുറത്തു പോകേണ്ടി വരും. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളൊന്ന് ട്രാക്ക് ചെയ്ത് വെക്കുക. അതായത് ഞാൻ ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ ഞാൻ ജങ്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന ഫുഡ് കഴിച്ചു എന്നുള്ളത് ഒന്ന് ട്രാക്ക് ചെയ്ത് വെക്കുക. ഒരു കണക്കില്ലാതെ കഴിക്കാതെ ഒന്ന് ട്രാക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കണേ. അപ്പം നമുക്ക് ഓക്കെ ഡിറ്റ് അടിക്കില്ല. അത് കാണുമ്പോൾ വന്ന് കഴിക്കേണ്ടി വന്നു. ചില സിറ്റുവേഷനിൽ നമ്മൾ എന്തായാലും കഴിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ടീമായിട്ട് പുറത്ത് പോകുമ്പോഴത്തേന് എങ്ങനെ നമ്മൾ മാത്രം കഴിക്കാണ്ടിരിക്കുക, അപ്പം കഴിക്കേണ്ടി വരും. അപ്പം ഞാൻ ഇന്നത് കഴിച്ചു എന്നുള്ളത് ജസ്റ്റ് എഴുതി വെക്കുക എന്നുള്ളത് കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഞാനത് പറയാൻ മറന്നു. അതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് പറ്റും. നമ്മൾ ഇതിന് മാത്രം ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേനും ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം മാത്രം ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റുമായിരിക്കും, കുറച്ചും കൂടി നോക്കാൻ പറ്റുമായിരിക്കും. ഇപ്പം നമുക്ക് ഓഫീസിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. ഇപ്പം ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പം അങ്ങനെ പല കാര്യങ്ങളും വരുമ്പോഴത്തേനും ചിലപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതിൻ്റെ ഒരു ട്രാക്ക് കീപ്പ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ ഒരു ചലഞ്ചിൽ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. ഞാനിതേ ഒരു കപ്പ് ഉണ്ട് കേട്ടോ. ഞാനത് ഫുള്ളുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എടുത്തു കുറച്ച്. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് എടുക്കുന്നതാണ്. ഇങ്ങനെ കുറച്ചായിട്ട് എടുത്ത് ഒരു കപ്പ് എന്തായാലും കുടിക്കും ഒരു ദിവസം. ചായയാണ് കേട്ടോ കുടിക്കണേ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ മധുരിടാണ്ടാണ് കുടിക്കുന്നത്. ഷുഗർ കട്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ജിമ്മിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചപ്പം ഷുഗർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ഷുഗർ കട്ട്. എങ്ങനെ നമ്മൾ ചായയിൽ മധുരിടാണ്ട് കുടിച്ചാൽ മാത്രം ഷുഗർ കട്ട് എന്നല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ എന്തായാലും എല്ലാം കൂടെ ഒറ്റയടിക്ക് പറ്റില്ല. പിന്നെ അവിടെ നിന്ന് പറഞ്ഞു തരും കേട്ടോ ഡയറ്റ്. ഇപ്പം ഇന്ന് പറഞ്ഞു തരുന്ന പറഞ്ഞു. അപ്പം ഞാനത് കാണിച്ച് ചെയ്യുമ്പോഴത്തേനും ഞാൻ ഷെയർ ചെയ്യാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം തൽക്കാലം ഇപ്പോൾ ചായയിൽ മധുരിടാണ്ട് കുറേ നാളായി അങ്ങനെയാണ് കുടിക്കില്ല. അപ്പോൾ അതിപ്പം പക്ഷെ ഞങ്ങൾ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ചായ കുടിക്കുമ്പോഴത്തേനും മധുരിടാറുണ്ട്. അപ്പോൾ അത് ഇന്നലെ തൊട്ട് അതും നിർത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല. അതെന്താ വെച്ചാൽ ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര കടുപ്പായിരുന്നു, ഒട്ടും കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെയാണ് എനിക്ക് ഐഡിയ തോന്നി. ഞാൻ പറഞ്ഞു ലൈറ്റ് ആയിട്ടുള്ള ടീ തരാൻ പറഞ്ഞു, വിത്തൗട്ട് ലൈറ്റ് ടീ തരാൻ പറഞ്ഞു. അന്നേരം നമുക്ക് കുടിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഞാൻ ചായ കുടിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ചായ ഉണ്ട്. വെള്ളം കുടിച്ചു. വെള്ളം ഇസ് ഇമ്പോർട്ടൻറ്റ്. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുന്നത്. ചായ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സൂര്യേണ്ണൊക്കെ ചായ വേണ്ടാന്ന് വെച്ചു. പക്ഷെ എന്നെക്കൊണ്ട് എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം കുറച്ചായിട്ട് നോക്കട്ടെ. അവരുടെ ഡയറ്റ് തരുമ്പം എന്താ അവർ പറയണേ നോക്കട്ടെ. അതിനനുസരിച്ച് ഓരോന്നായിട്ട് കുറയ്ക്കാം. വേണ്ട ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് തുടങ്ങാം. എന്തായാലും ചായ ഇപ്പം ഞാൻ വേണ്ടാന്ന് വയ്ക്കണില്ല.
പതുക്കെ പതുക്കെ നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സ്മൂത്തിയാണ് ഞാൻ സ്ഥിരം കാണിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ബനാന, മിൽക്ക്, ഡേറ്റ്സ്, കപ്പലണ്ടി ഇത്രയൊക്കെ ഇട്ടിട്ട് ബദാം ഇത്രയൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടാണ് സ്മൂത്തി ഉണ്ടാക്കാറുള്ളത്. മുകളിൽ കുറച്ച് ചിയ സീഡും കൂടി ഇടാറുണ്ട്. പക്ഷേ ഇത് ഇനിയിപ്പം എനിക്കറിയില്ല, ഡയറ്റ് കിട്ടുമ്പം എങ്ങനെയാവും അറിയില്ല. കാരണം ഞാൻ സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായത് മിൽക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നണത്. അത് നോക്കട്ടെ, അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ഓഫീസിൽ പോയപ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവൾക്ക് ഞാൻ കൂട്ടുപോയതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. അന്നേരം ഞാനൊരു വിത്തൗട്ട് ടീയും കൂടെ കഴിച്ചിട്ടത് അവൾക്കാണ് കൂട്ടുപോയത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. ആക്ച്വലി എൻ്റെ അളവ് ഇപ്പം നല്ലോണം കുറവാണ് വെള്ളം കുടിക്കുന്നത്. 2 ലിറ്റർ എത്ര 8 ഗ്ലാസ്സൊക്കെ വേണ്ടേ? 2 ലിറ്റേഴ്സാണെന്ന് തോന്നുന്നു. പക്ഷെ അത്രയൊന്നും ഞാൻ കുടിക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ കുടിക്കുന്നുണ്ട്. ലഞ്ച് ഇതാണ് കേട്ടോ. കടല ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, ചോറ് തന്നെയാണ്, തൈരും ഉണ്ട്. ഇതായിരുന്നു ലഞ്ച്. പിന്നെ അച്ചാറുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ എൻ്റെ ലഞ്ച്. അങ്ങനെ ഞാൻ ജിമ്മും ഡാൻസൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടോ. അതിൻ്റെ ഇടയിൽ ജിമ്മിൽ പോണതും ഡാൻസ് പോണതും ഒക്കെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ സമയം കണ്ടോ, 11 മണി ആവാറായി. ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഡിന്നർ എന്ന് പറയണത് ദോശയായിരുന്നു. ദോശയുണ്ട്, പിന്നെ രാവിലത്തെ കടല ബാക്കി കുറച്ചുള്ളത് ഉണ്ടായിരുന്നു. ദോശയ്ക്ക് ചട്നിയാണ്, പിന്നെ നമുക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ച് അച്ചാറും കൂട്ടാം. ഇതൊക്കെയാണ് കേട്ടോ ഡിന്നർ. അപ്പം അതൊക്കെ കഴിച്ച് സെറ്റ് ആവട്ടെ. ലേറ്റ് ഡിന്നറാണ് കേട്ടോ, ഭയങ്കര ലേറ്റ് ഡിന്നറാണ്. അത് അങ്ങനെ ആരും ഫോളോ ചെയ്യരുത് കേട്ടോ. പിന്നെ ഞാനിപ്പം എല്ലാവരും ഉറങ്ങി. ആക്ച്വലി ജുഗുന് ചില സമയത്ത് ഉറങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഇന്നലെ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം പകൽ ഉറങ്ങിയിട്ടില്ല അവൻ. അപ്പം അങ്ങനെയുള്ള ദിവസം ഞാൻ എന്തെങ്കിലും സിനിമ കണ്ടുകൊണ്ട് കഴിക്കാം. അപ്പോൾ ആ നേരം പോവുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യാം, സിനിമ കാണലോ ആയില്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ അതാണ് ഹെഡ്സെറ്റൊക്കെ കുത്തിയിരിക്കുകയാണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ജിമ്മ് കഴിഞ്ഞ് ഡാൻസ് കഴിഞ്ഞ് എത്തിയപ്പോഴത്തേനും 10:30 ഒക്കെ ആയിട്ട്. ഇന്ന് നല്ല ലേറ്റായി. അപ്പം ഞങ്ങളിന്നൊക്കെ നേരെ ഫ്രഷായി കുളിച്ച് ഡിന്നർ കഴിച്ചു. ലേറ്റ് ഡിന്നറാണ് കേട്ടോ. അപ്പം ആരെങ്കിലും വെയിറ്റ് ലോസിനോ അല്ലെങ്കിൽ ഹെൽത്തി ഹാബിറ്റോ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇത്രയധികം ലേറ്റായിട്ട് ഡിന്നർ കഴിക്കിയത് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഡാൻസിന് പോകുന്നതിന് മുമ്പ് ഡിന്നർ കഴിച്ചിട്ട് പോകാനുള്ള സമയമില്ല ഒന്ന്. പിന്നെ കഴിച്ച് പോയാൽ തിരിച്ചു വരുത്തുമ്പോഴേക്കും എനിക്ക് പിന്നെ വീണ്ടും വിശക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് കഴിക്കണത് കേട്ടോ. അപ്പം നമ്മൾ ഹെൽത്തി ഹാബിറ്റിൽ ആക്ച്വലി ഏർലി ഡിന്നറാണ് വേണ്ടത്. അപ്പം അങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞാൻ പിന്നെ ഇന്ന് നിങ്ങളെ കാണിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജിമ്മിൽ പോണേക്ക് മുമ്പ് ഒരു ഹാഫ് ബനാന കഴിച്ചിട്ടുണ്ട് കേട്ടോ. നേന്ത്രപ്പഴത്തിൻ്റെ പകുതി പോർഷൻ കഴിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് കാണിച്ചില്ല. ഞാൻ മറന്നുപോയതല്ല, അല്ലെങ്കിൽ ആ സമയത്ത് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ മറന്നുപോയത് തന്നെ. മറന്നില്ലായിരുന്നെങ്കിൽ ഫോൺ എടുത്തോട്ട് പോയാൽ മതിയല്ലോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഞാൻ കഴിച്ചായിരുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡൊക്കെ ഇതൊക്കെയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു. കുറേ എന്താ പറയുക, സ്വീറ്റ്സൊക്കെ കഴിക്കാനുള്ള കുറേ പ്രലോഭനങ്ങളൊക്കെ ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിലൊന്നും വീണില്ല. നല്ല ദിവസമായിട്ട് ഫസ്റ്റ് ഡേ എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ ജിമ്മിൽ പോയി. എനിക്ക് അപ്പർ ബോഡി എക്സസൈസ് ആയിരുന്നു കേട്ടോ ഇന്ന്. അത് കഴിഞ്ഞാൽ കാർഡിയോ ഇല്ല, വെയിറ്റ് ട്രെയിനിങ് മാത്രമായിരുന്നു ജിമ്മിലുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഡാൻസിന് പോയ കാരണം കൊണ്ട് കൈ വേദനിക്കണം. ഡാൻസിന് പോയ കാരണം കൊണ്ട് കാർഡിയോ ഓൾസോ ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. ഇനിയിപ്പോൾ അപ്പം അത്രയേ ഉള്ളൂ. ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 100 days ഓഫ് ചലഞ്ചിൽ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തത് ഈ വീഡിയോ. അതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇനി ഞാൻ ചലഞ്ച് എല്ലാ ദിവസവും എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ചെറിയ ചെറിയ ഫുഡും കാര്യങ്ങളും മാത്രം കാണിച്ചിട്ടുള്ള വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വേണ്ടതിന് വരെ അതുവരെ ടാറ്റാ.